ഇടവകയല്ലേ? ഈ ചേച്ചി ഈ ഇടവക്കാരിയാണ്. ഇന്നലെ വൈകിട്ട് കൺവെൻഷന് ശേഷം പ്രാർത്ഥിക്കാനായിട്ട് വന്നിരുന്നു. ഏത് കാലമായിരുന്നു? ഇടത്തെ കാൽമുട്ട് തെന്നിപ്പോവും. എത്ര വർഷമായിട്ട്? ഞാൻ 10ൽ പഠിക്കുമ്പോൾ തൊട്ട് തുടങ്ങി. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഇടത് കാൽമുട്ട് തെന്നി വീണു പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇന്നലെ എന്നെ അടുക്കൽ പറഞ്ഞു, ഞാൻ കാലം ചവിട്ടിയെന്ന് തോന്നല്ലേ, കാലം ചവിട്ടിയിട്ട് പറഞ്ഞു കാലം ചവിട്ടി എന്നിട്ട് പറഞ്ഞു നീ തെന്നത്തില്ലെന്ന് പറഞ്ഞു. ഒന്ന് കാലൊക്കെ ഒന്ന് കറക്കിയും തൊഴിച്ചൊക്കെ ഒന്ന് കാണിച്ചേ. ഒന്ന് വട്ടം കറക്കിക്കേ. ഇനി കാലം തെറ്റിച്ച് കാണിച്ച്. തെന്നുകയല്ല, തെറ്റിച്ചോ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇങ്ങനെ ബലത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ച്. തെന്നുന്നുണ്ടോ? ഇല്ല. ഹല്ലേലൂയ. സന്തോഷമായോ? സന്തോഷമായി. ആരാ ഈ സൗഖ്യം നൽകിയത്? ഈ മുട്ടു തന്നെ വീഴുമായിരുന്നോ? വീഴുമായിരുന്നു. മുട്ടു തന്നെ വീഴുമായിരുന്നു. ഇന്നലെ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഈ കാൽമുട്ടിനെ കർത്താവ് സൗഖ്യമാക്കി. ചേച്ചിയുടെ പേര് റീല. ഈ സൗഖ്യം എല്ലാവരും പറയണം, യേശുവിനെ തൊട്ടെന്നുള്ള കാര്യം. മക്കള് വന്ന് തന്നെ തൊട്ട് കഴിഞ്ഞ അപ്പ തെന്നു. മക്കള് തട്ടിയാൽ അന്നേരം ഹല്ലേലൂയ. നോക്കിക്കേ, മക്കള് ഒരു രസത്തിന് വന്ന് മുട്ട തട്ടിയാൽ അന്നേരം മുട്ടി തന്നെ വീഴുമായിരുന്നു. ഹല്ലേലൂയ. ഇന്നലെ ഒരു നിമിഷം കൊണ്ട് യേശു പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി. ഇനി ചേച്ചി മരണം വരെ ഈ കാൽമുട്ട ഊരത്തില്ല. ഇത് ഗ്യാരണ്ടിയാണ് യേശുവിന്റെ നാമത്തിൽ. ശരിയാ. എനിക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറ്റിയിരുന്നില്ല. എനിക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോ വേദനയൊന്നും ഇല്ല. ഇപ്പോ വേദനയില്ല. മുട്ടുകുത്താം, ഒരു കുഴപ്പമില്ല. നല്ലൊരു കയ്യടി യേശുവിനെ കൊടുത്ത് സ്തുതിച്ചോണ്ട് കരമടിച്ചേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.